Good afternoon. Good afternoon. Good afternoon, ma'am. നോക്കിയിരുന്നോ കഴിഞ്ഞ ദിവസം എടുത്തത്? Good afternoon, ma'am. കഴിഞ്ഞ ദിവസം എടുത്തത് നോക്കിയോ എല്ലാവരും? എന്താരൊന്നും പറയാത്തെ? കഴിഞ്ഞ ദിവസം എടുത്തത് നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കാം നമുക്ക്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ് മുതലല്ലേ മിസ്സിന് സ്റ്റാർട്ട് ചെയ്യാനുള്ളേ? ഓക്കെ, ഏതൊക്കെ തരത്തിലുള്ള സ്റ്റോറേജ് ആണ് സ്റ്റോറിൽ നടക്കുന്നത്? ഏതൊക്കെ തരത്തിലെ സാധനങ്ങൾ ഐറ്റംസ് സ്റ്റോറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അവര് സംഭരിച്ചു വെക്കുന്നുണ്ട്? ബൾക്ക് സ്റ്റോറേജ്, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ അല്ലെ, ഒരുപാട് നമ്പേഴ്സിൽ ക്വാണ്ടിറ്റിയില് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പ്രിന്റിങ്, സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ അല്ലെ, സാധാരണ റേറ്റ് കുറവായിരിക്കുകയും ചെയ്യും. ഒരു ബൾക്ക് അമൗണ്ടില് എന്താണ് അവര് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഷെൽഫ് സ്റ്റോറേജ് അല്ലെ, ഷെൽഫുകളില് ഇല്ലേ മെഡിസിനുകളൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഷെൽഫുകളിലൊക്കെ അല്ലേ? അപ്പൊ എന്ത് ഷെൽഫ് സ്റ്റോറേജ് ഉണ്ട്. നെക്സ്റ്റ് ബിൻ സ്റ്റോറേജ്. ബിൻ സ്റ്റോർ എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ ബിന്നുകളിലാക്കി, പെട്ടികളിൽ അല്ലെങ്കിൽ ബോക്സുകളിലാക്കി സൂക്ഷിച്ചു വെക്കുന്നതാണ് ബിൻ സ്റ്റോറേജ്. എന്താണ് സ്ക്രൂ, നെറ്റ്, ബോൾട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് നമ്മൾ ഇങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ചെറിയ ചെറിയ ബോക്സുകളിലാക്കി ആക്കി അല്ലെ, ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെ ആയിട്ടല്ലേ സൂക്ഷിച്ചു വെക്കുന്നേ? ആണോ? നെറ്റ്, ബോൾട്ട്, സ്ക്രൂ അങ്ങനെയുള്ള ഐറ്റംസ്. അപ്പൊ ബിൻ സ്റ്റോറേജ് അതിൽ പറയുന്നതാണ് ബിൻ സ്റ്റോറേജ്. ടെക്നിക്കൽ എൻവിയോൺമെന്റൽ സ്റ്റോറേജ്. എന്താ ടെക്നിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മ ടെക്നിക്കൽ എൻവിയോൺമെന്റ്, ഫ്രിഡ്ജ് അങ്ങനെ ടെക്നിക്കൽ സാധനങ്ങൾ സൂക്ഷിക്കുന്നതാണ് ടെക്നിക്കൽ എൻവിയോൺമെന്റ് സ്റ്റോറേജ്. ഇവാപറേറ്റീവ് ലിക്വിഡ് സ്റ്റോറേജ്. ഇവാപറേറ്റ് ചെയ്യുന്ന, ബാഷ്പീകരിച്ചു പോകുന്ന ലിക്വിഡുകള്, സ്പിരിറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ്. എന്താണ് നമുക്ക് കെമിക്കൽ ആയിട്ടുള്ള അല്ലെ രാസവസ്തുക്കള് സൂക്ഷിച്ചു വെക്കുന്നത്, സ്റ്റോർ ചെയ്ത്. എന്താണ് മെർക്കുറി, സിഡെക്സ്. സിഡെക്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡിന്റെ ബ്രാൻഡ് നെയിം ആണ് സിഡെക്സ്. നമ്മൾ ഈ ഡെറ്റോൾ എന്നൊക്കെ പറയില്ലേ, ഹാർപിക്, ഡെറ്റോള് ഡിസിൻഫെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷന്റെ ഒരു ലിക്വിഡിന്റെ ബ്രാൻഡ്, ആന്റിസെപ്റ്റിക് ലിക്വിഡിന്റെ ഒരു ബ്രാൻഡ് നെയിം ആണ് സിഡെക്സ്. ഇതൊക്കെ കെമിക്കൽ ആയിരിക്കും അല്ലെ, രാസവസ്തുക്കളായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ് എന്താണ്? ഡേഞ്ചർ ആയിട്ടുള്ള അപകടകരമായ സാധനങ്ങള് സൂക്ഷിച്ചു വെക്കുക. വോളറ്റൈൽ. വോളറ്റൈൽ എന്ന് പറഞ്ഞാല് ഈസിലി ഇവാപറേറ്റഡ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ, നോർമൽ ടെമ്പറേച്ചറിൽ ബാഷ്പീകരിച്ചു പോകുന്ന, ഇവാപറേറ്റ് പോകുന്ന ലിക്വിഡ്സുകളെ, സാധനങ്ങളെ, ഇപ്പൊ സ്പിരിറ്റ് ആവാം, ആൽക്കഹോൾ ആവാം, ക്ലോറോഫോം പോലുള്ള സാധനങ്ങൾ ഹോസ്പിറ്റലിൽ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ, ഇല്ലേ? സ്പിരിറ്റ്, ആൽക്കഹോളുകള്, ക്ലോറോഫോമുകള്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബൾക്ക് സ്റ്റോറേജ്. പ്രിന്റിങ്, സ്റ്റേഷനറി, പേപ്പേഴ്സ് അല്ലെ, പ്രിന്റിങ്ങിന് വേണ്ടി. പിന്നെ എന്താണ് കവേഴ്സ്, കവറുകള് അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങള്. അതൊക്കെ എന്താണ് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ അല്ലെ, ഒരുപാട്
ക്വാണ്ടിറ്റിയിലെ നമ്പേഴ്സ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നു. ഷെൽഫ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഷെൽഫുകളിലായി സ്റ്റോറേജ്. ഇപ്പൊ മെഡിസിനൊക്കെ ഷെൽഫ് സ്റ്റോറേജുകളാണ് അല്ലേ? പിന്നെ ബിൻ സ്റ്റോറേജ് എന്താണ്, ചെറിയ ചെറിയ ബോക്സുകളിലോ അല്ല ചെറിയ ബോക്സ് എന്താണ് പാത്രങ്ങളിലൊക്കെ ആക്കി സൂക്ഷിച്ചു വെക്കുന്നത്. നെറ്റ്, ബോൾട്ട്, സ്ക്രൂ അങ്ങനെ പോലുള്ള സാധനങ്ങള്. ടെക്നിക്കൽ എൻവയോൺമെന്റൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ പരമായ ഇപ്പൊ ഫ്രിഡ്ജ് ആവാം, കമ്പ്യൂട്ടർ ആവാം, അങ്ങനെയുള്ള സാധനങ്ങള്. നെക്സ്റ്റ് ഇവാപറേറ്റ് ലിക്വിഡ്സ്. എന്താണ് ഇവാപറേറ്റ് ചെയ്തു പോകുന്ന, ബാഷ്പീകരിച്ചു പോകുന്ന ലിക്വിഡുകൾ സ്റ്റോർ ചെയ്ത് വെക്കുക, സ്പിരിറ്റ് ഒക്കെ. നെക്സ്റ്റ് ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ്. എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായ മെറ്റീരിയൽസ്, എന്താണ് രാസവസ്തുക്കളൊക്കെ. മെർക്കുറി, സിഡെക്സ് ഒക്കെ ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വോളട്ടൈൽ എന്ന് പറഞ്ഞാല് ഈസിലി ഇവാപറേറ്റഡ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ ഇവാപറേറ്റ് ചെയ്യുന്ന ലിക്വിഡ്സുകൾ, ഇപ്പൊ സ്പിരിറ്റ്, ക്ലോറോഫോം, ആൽക്കഹോൾ പോലെയുള്ള സാധനങ്ങൾ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സ്റ്റോർസ് ഇൻ ഹോസ്പിറ്റൽ. ഏതൊക്കെ തരത്തിലുള്ള സ്റ്റോറുകൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട്? പറഞ്ഞേ, ഏതൊക്കെ തരത്തിലുള്ള സ്റ്റോറുകളാണ്? നമുക്ക് ഏതൊക്കെയുമായി ബന്ധപ്പെട്ട സ്റ്റോഴ്സുകൾ വേണം ഹോസ്പിറ്റലിൽ? ഡ്രഗ്സ് സ്റ്റോറേജ് വേണം അല്ലെ? ഡ്രഗ്സുകൾ സ്റ്റോർ ചെയ്യാൻ വേണം. പിന്നെ എന്താണ്, മെഡിസിൻ സ്റ്റോഴ്സ് തന്നെയാണ് ഡ്രഗ്സ് സ്റ്റോഴ്സ് കേട്ടോ. ജനറൽ സ്റ്റോഴ്സ്, ജനറൽ ആയിട്ടുള്ള അല്ലെ, സ്റ്റേഷനറി, ക്ലോത്തിങ്, മെഡിസിൻ, അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി. കിച്ചൺ സ്റ്റോറേജ് അല്ലെ, ഡയറ്ററിയിലേക്കുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന അല്ലെ. മെഡിക്കൽ എക്യുപ്മെന്റുകൾ. പിന്നെ സർജിക്കൽ സ്റ്റോഴ്സ് ഇല്ലേ, സർജറിയുടെ എക്യുപ്മെന്റ്സുകള്, സർജറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന. ലോണ്ടറി ആൻഡ് ക്ലീനിങ്, ക്ലീനിങ്. ഈ ജനറൽ സ്റ്റോഴ്സിലാണ് അല്ലെ ക്ലീനിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ, ലിക്വിഡ്സുകള്. നോക്കിയേ, ടൈപ്സ് ഓഫ് സ്റ്റോഴ്സ് ഇൻ എ ഹോസ്പിറ്റൽ. നമുക്ക് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ മാത്രമാണ് തന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ സ്റ്റോഴ്സുകൾ നമുക്ക് ഹോസ്പിറ്റലിൽ കാണാൻ പറ്റും. ഡ്രഗ് സ്റ്റോഴ്സ്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്. ഓക്കെ, ഇതിൽ നമുക്ക് കുറച്ച് മാത്രം തന്നിട്ടുള്ളൂ. ഡ്രഗ് സ്റ്റോഴ്സ്, ഡ്രഗുകൾ സൂക്ഷിക്കുന്ന സ്റ്റോർ. സർജിക്കൽ സ്റ്റോഴ്സ്, സർജറിയുടെ ഭാഗമായിട്ട് അല്ലെ, സർജറിക്ക് വേണ്ട എക്യുപ്മെന്റ്സുകളാവാം, മെഡിസിനുകളാവാം, സർജറിക്ക് വേണ്ട സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്റ്റോർ. അനസ്തെറ്റിക് സ്റ്റോഴ്സ്, അനസ്തേഷ്യക്ക് ആവശ്യമായ മെഡിസിനുകള്, എക്യുപ്മെന്റുകളൊക്കെ സൂക്ഷിക്കുന്നത്. കിച്ചൺ സ്റ്റോഴ്സ്, ഡയറ്ററിയിലേക്ക് ആവശ്യമായ അല്ലെ, കിച്ചണിലേക്ക് ആവശ്യമായ സാധനങ്ങള്. പിന്നെ ലിനൻ സ്റ്റോഴ്സ്, എന്താണ് ബെഡ്ഷീറ്റുകൾ അല്ലെ, പില്ലോ കവേഴ്സ്, ലിനന്, അങ്ങനെയുള്ള സാധനങ്ങള് പുതപ്പുകളൊക്കെ സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ് ജനറൽ സ്റ്റോഴ്സ്, ജനറൽ ആയിട്ടുള്ള സാധനങ്ങള് സൂക്ഷിക്കുന്നത്. സ്റ്റേഷനറി ആവാം, ക്ലോത്തിങ് ആവാം, മെഡിസിൻ ആവാം, ലിക്വിഡ്സുകളാവാം, അങ്ങനെ ജനറൽ ആയിട്ടുള്ള സാധനങ്ങള് സൂക്ഷിക്കുന്നത്. ഹൗസ് കീപ്പിങ്ങിന് വേണ്ട സാധനങ്ങള്. നെക്സ്റ്റ് സിറ്റുവേഷൻ ഓഫ് ദി സ്റ്റോഴ്സ്. ഒരു സ്റ്റോഴ്സിന്റെ സിറ്റുവേഷൻ എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ ലൊക്കേഷൻ ആണ് കേട്ടോ. ലൊക്കേഷനാണ് കൊടുത്തേക്കുന്നത്. ലൊക്കേഷൻ ആണ് ഒരു ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ ലൊക്കേഷൻ ഓഫ് ദി സ്റ്റോർ. ഒരു സ്റ്റോഴ്സിലെ എന്തൊക്കെ കാര്യങ്ങൾ, ഫാക്ടേഴ്സ് ആണ് ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ക്ലോസർനെസ് ടു ദി യൂസർ, യൂസറിന്റെ ക്ലോസ് ആയിട്ടിരിക്കണം എന്ന്, ഉപയോക്താവുമായിട്ടുള്ള അടുപ്പം ഉണ്ടായിരിക്കണം എന്ന് വെച്ചാല് ഇപ്പൊ ഒരു ഫാർമസിയുടെ സ്റ്റോർ, മെഡിസിൻ, ഡ്രഗ് സ്റ്റോർ എവിടെയായിരിക്കണം? ഒരുപാട് ഫാർമസിയിൽ നിന്ന് ഒരുപാട് മാറി ദൂരെയാവാൻ പാടുണ്ടോ? ആണോ? ഇല്ല അല്ലെ, ഫാർമസിനോട് തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം അല്ലെ ഡ്രഗ് സ്റ്റോഴ്സ്. അതേപോലെ സർജറി സെക്ഷന്റെ അല്ലെ, സർജറി നടക്കുന്ന ആ റൂമിന്റെ അടുത്ത് തന്നെ ആയിരിക്കേണ്ടേ സർജറി സ്റ്റോഴ്സ്. ഓപ്പറേഷൻ തിയേറ്റേഴ്സിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം അല്ലെ സർജറി സ്റ്റോഴ്സ്. അതല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ അല്ലെ.
അപ്പൊ അതൊന്നും ഇതില്ലാണ്ട് ക്ലോസർനെസ് ടു ദി യൂസർ, യൂസറുമായി വളരെ അടുത്ത് തന്നെ ആയിരിക്കണം ഈ സ്റ്റോഴ്സ് ഉണ്ടായിരിക്കേണ്ടത്. ഫ്യൂച്ചർ ഗ്രോത്ത്, ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് എന്താണ് നമുക്ക് ഫ്യൂച്ചറിൽ അതിന്റെ ഗ്രോത്ത് അതല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ വേണം. ഇപ്പൊ നമുക്കറിയാം നമ്മ വീടുകളില് ഇപ്പൊ പുതുതായിട്ട് നമ്മ ഒരു നിലയ്ക്കാണ് പണിയുന്നതുണ്ടെങ്കിൽ നമ്മ മോളിലേക്ക് അപ്സ്റ്റെയർ ഇടാറുണ്ട് അല്ലെ, വീടിന്റെ ഉള്ളിൽ തന്നെ ഇടാറുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണത് വീടിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് അപ്സ്റ്റെയർ ഇടുന്നത്? ഫ്യൂച്ചറിൽ നമുക്ക് വീടൊന്ന് വിപുലീകരിക്കണമെങ്കിൽ അല്ലെ, മോളിലേക്ക് ഒന്ന് എക്സ്പാൻഷൻ ചെയ്യണമെങ്കിൽ അല്ലെ, അതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടല്ലേ? ആ ഫ്യൂച്ചറിൽ ഇടാം. അതേപോലെ ഈ സ്റ്റോഴ്സിൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ് ഇതൊന്നും കൂടെ വലുതാക്കണം. സ്റ്റോഴ്സിൽ കുറച്ച് സാധനം കൂടെ മെറ്റീരിയൽസും കൂടെ നമുക്ക് സൂക്ഷിക്കണം. അതിനുവേണ്ടി കുറച്ചും കൂടെ സ്പേസ് വേണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടെ എന്താണ് ഗ്രോത്ത് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ഇടണം. ഇപ്പൊ നമ്മ സ്റ്റെയർ ഇടണ പോലെ നമുക്കൊന്ന് വലുതാക്കുന്നതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതിനു വേണ്ട സ്പേസോ അല്ലെങ്കിൽ അതിനു വേണ്ട വാതിലോ അതിനു വേണ്ട എന്താണ് സ്റ്റെയർ ആവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. ക്ലിയർ ആയോ? എക്സ്പാൻഷൻ ഉള്ള ഫ്യൂച്ചറിൽ നമുക്ക് അതൊന്നും കൂടി വിപുലീകരിക്കണം, ആ റൂം ഒന്നും കൂടി വലുതാക്കണമെങ്കിൽ അതിനുള്ള ഒരു എക്സ്പാൻഷൻ ഉള്ള ഒരു സൗകര്യം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. സ്ട്രക്ചർ ഓക്കെ. അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾസിന്റെ അവൈലബിലിറ്റി. ഇപ്പൊ നമുക്ക് സാധനങ്ങള് വേറെ ഏതെങ്കിലും സെക്ഷനിലേക്ക് കൊണ്ടുപോകണം, അപ്പൊ നമുക്ക് വണ്ടികൾ വരണ്ടേ? അതല്ലെങ്കിൽ എന്താണ് നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ സ്റ്റോറിലേക്ക് വരുന്ന സാധനങ്ങൾ അൺലോഡ് ചെയ്യണം അല്ലെ? അതല്ലെങ്കിൽ അവിടെ നിന്ന് സാധനങ്ങളെ കയറ്റി വിടണം. അപ്പൊ എന്ത് വേണം? വണ്ടികൾ വിളിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾസ്. നെക്സ്റ്റ് പാർക്കിംഗ് ആൻഡ് അൺലോഡിങ്. എന്താണ്? വണ്ടികൾ വന്ന് അതിന്റെ അടുത്ത് പാർക്ക് ചെയ്യാനും അൺലോഡ് ചെയ്യാനും അല്ലെ, കൊണ്ടുവരുന്ന സാധനങ്ങൾ അതിൽ നിന്ന് ആ വണ്ടികളിൽ നിന്ന് ഇറക്കുന്നതിനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കണം, ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. അഡിക്വേറ്റ് ടേണിംഗ് സ്പേസ്. ടേണിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റോറില് ആവശ്യമായ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരിക്കണം. അഡിക്വേറ്റ് ടേണിംഗ് സ്പേസ്. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, ഇപ്പൊ സർജറി ആണെങ്കിൽ എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും, അതിനുവേണ്ട മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഡേഞ്ചറസ് മെറ്റീരിയൽസ്. നമ്മ ഫാർമസിയിൽ പറഞ്ഞു അല്ലെ, കെമിക്കൽസ് അല്ലെങ്കിൽ ഡ്രഗ്സുകളൊക്കെ എന്താണ് സെപ്പറേറ്റ് ചെയ്ത് ഓരോ ഏരിയയിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞോ? പറഞ്ഞോ? കോൾഡ് സ്റ്റോറേജ് ഏരിയ വേണം, കെമിക്കൽസ് സ്റ്റോർ ചെയ്യാൻ വേറെ സ്പേസ് വേണം, ഡ്രഗ്സുകളില് വേറെ ഒരു ഏരിയയിൽ സ്റ്റോർ ചെയ്യണം. അപ്പൊ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാനുള്ള അത് വേറെ സെപ്പറേറ്റ് വേർതിരിച്ച് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. ഐസോട്ടോപ്പുകള്. സേഫ്റ്റി, സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം അല്ലെ, സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു സുരക്ഷിതത്വം, അതിലെ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് സേഫ്റ്റി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഇൻഫ്ലൈമബിൾ. എന്താണ്? തീപിടുത്തം ഉണ്ടായാല് അത് അണയ്ക്കുന്നതിനുള്ള ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സുകൾ അല്ലെ, അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ സ്റ്റോഴ്സിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ, സിമ്പിൾ ആണ് അല്ലെ ഇത്. ഓക്കെ. നെക്സ്റ്റ് ഡോക്യുമെന്റ്സ് ഓർ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ സ്റ്റോഴ്സ്. സ്റ്റോഴ്സിൽ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ്, ഏതൊക്കെ റെക്കോർഡുകളാണ് സൂക്ഷിക്കുന്നത്? നിങ്ങൾക്ക് ഇതിന്റെ പേര് മാത്രം പഠിക്കാനുള്ളൂ, പക്ഷെ ജസ്റ്റ് മിസ് ഒന്ന് പറഞ്ഞുതരാം എന്താണെന്നുള്ളത് കേട്ടാ. ജസ്റ്റ് പേര് മാത്രം പഠിച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല കേട്ടാ. സ്റ്റോഴ്സ്, ഈ റെക്കോർഡ്സുകള്. സ്റ്റോഴ്സ് മാനുവൽ. എന്താണ് സ്റ്റോഴ്സ് മാൻ എന്ന് പറഞ്ഞാല് ആ സ്റ്റോറിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഫങ്ഷൻ എങ്ങനെയാണ്, അതിന്റെ ആ സ്റ്റോറിലെ പ്രവർത്തനങ്ങളുടെ റൂൾസ് എന്തൊക്കെയാണ്, നിയമങ്ങൾ എന്താണ്, റെഗുലേഷൻ എന്താണ്, വർക്കിംഗ് ടൈം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് സ്റ്റോഴ്സ് മാനുവൽ.
റെസ്പോൺസിബിലിറ്റീസ്, ആ സ്റ്റോറിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് അതല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് സ്റ്റോഴ്സ് മാനുവൽ. നെക്സ്റ്റ് പർച്ചേസ് റിക്വസിഷൻ. പർച്ചേസ് റിക്വസിഷൻ നമ്മൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും മെറ്റീരിയൽസ് അതല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന ഒരു അഭ്യർത്ഥനയാണ് പർച്ചേസിംഗ് റിക്വസിഷൻ എന്ന് പറയുന്നത്. യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന റിക്വസിഷൻ അല്ലെ, അഭ്യർത്ഥന. അവർക്ക് ഏത് മെഡിക്കലാണ്, ഏത് എക്യുപ്മെന്റ് അതല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ ആണ് ആവശ്യം, എത്ര ദിവസത്തിനുള്ളിൽ കിട്ടണം അല്ലെ, എത്ര ക്വാണ്ടിറ്റിയിൽ കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൊടുക്കുന്ന ഒരു റിക്വസിഷൻ. പർച്ചേസ് പ്ലാൻ അല്ലെ, പർച്ചേസ് എങ്ങനെ പ്ലാൻ ചെയ്യണം, അവരെങ്ങനെയാണ് ഒരു പർച്ചേസ് നടത്തുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്യേണ്ടത്, അതിനെ കുറിച്ചുള്ളതാണ് പർച്ചേസ് പ്ലാൻ. നെക്സ്റ്റ് പർച്ചേസ് ഓർഡർ അല്ലെ. പർച്ചേസ് ഓർഡർ മിസ് പറഞ്ഞല്ലോ, സപ്ലയേഴ്സിന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഓർഡർ ആണ് അല്ലെ, അല്ലേ? മറന്നോ ഏതൊക്കെ? പറഞ്ഞതൊക്കെ പറഞ്ഞ എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും സപ്ലയേഴ്സും തമ്മിലുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ് അല്ലെ, നിയമപരമായ രേഖയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് അല്ലെ. അവർക്ക് എന്ത് മെറ്റീരിയലാണ് ആവശ്യം അല്ലെ, ഹോസ്പിറ്റലിന്റെ പേര്, അഡ്രസ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സപ്ലയേഴ്സിന് കൊടുക്കുന്ന ഒരു എന്താണ് ലീഗൽ ഡോക്യുമെന്റ്. നെക്സ്റ്റ് ഡെലിവറി ചലാൻ. ഡെലിവറി ചലാൻ കേട്ടിട്ടുണ്ടോ? ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു ഫോർമൽ ഡോക്യുമെന്റിനെയാണ് ഡെലിവറി ചലാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ്, ഹോസ്പിറ്റലിനോട് തൊട്ടടുത്തൊക്കെ തന്നെയായിരിക്കോ സപ്ലയേഴ്സ് സ്ഥിതി ചെയ്യുന്നത്? സപ്ലയേഴ്സിന്റെ ഗോഡൌണുകളൊക്കെ അല്ല അല്ലെ, കുറച്ച് ദൂരേക്ക് ആയിരിക്കും. അപ്പൊ ആ സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ സാധനങ്ങള്, കൊണ്ടുവരാൻ ആവശ്യമായ ഫോർമൽ ഡോക്യുമെന്റ്സ് അല്ലെ. ഇപ്പൊ എന്താണ്, പോലീസ് അല്ലെങ്കിൽ ഇവർക്ക് എവിടെയെങ്കിലും കാണിക്കണം, രേഖകൾ കാണിക്കണ്ടേ? കൊണ്ടുവരുന്ന സമയത്ത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അതാണ് ഡെലിവറി ചലാൻ. ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ഈ ഫോർമൽ ഡോക്യുമെന്റ്സ്. ഗുഡ് റിസീവ്ഡ് നോട്ട്. ഗുഡ് റിസീവ്ഡ് നോട്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ സ്റ്റോറിലേക്ക്, ഇപ്പൊ ഹോസ്പിറ്റലിലെ സ്റ്റോറിലേക്ക് അവർ ഏതൊക്കെ ഗുഡ്സുകള്, എന്തൊക്കെ സാധനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, അവര് റിസീവ് ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നതാണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട്സ്. ഗുഡ്സ് റിട്ടേൺഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൊരു സപ്ലയേഴ്സിന് ഓർഡർ നൽകി, അവര് നമുക്ക് ഡെലിവറി ചെയ്തു. ചിലപ്പോ നമ്മൾ അതെന്താണ് ചെക്ക് ചെയ്യുമ്പോ, ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ ചിലപ്പോ ഡാമേജ് ഉണ്ടാവാം, ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അല്ലെ. ചിലപ്പോ എന്താണ് റോങ് ഐറ്റംസ് ആയിരിക്കും നമുക്ക് ഡെലിവറി ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും അല്ലെ. ഐറ്റംസ് സപ്ലൈസിന് തിരിച്ച് റിട്ടേൺ ചെയ്യും. നമ്മ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോ നമ്മ വിചാരിച്ച നമ്മ ഓർഡർ കൊടുത്ത സാധനമല്ല നമുക്ക് കിട്ടിയതെങ്കിലോ, മെറ്റീരിയലിൽ വ്യത്യാസമുണ്ട്, കളറിൽ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. അപ്പൊ എന്താണ്, ഗുഡ്സുകള് ഈ സ്റ്റോഴ്സില്, ഹോസ്പിറ്റൽ സ്റ്റോഴ്സില് സാധനങ്ങൾ കിട്ടിയിട്ട് അവർ എന്തൊക്കെ സാധനങ്ങൾ റിട്ടേൺ ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എഴുതുന്നതാണ് ഗുഡ്സ് റിട്ടേൺ നോട്ട്. മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്. മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫാർമസിയിൽ അല്ലെ, എന്താണ് ചില ഹോസ്പിറ്റലില് അവർക്ക് ആവശ്യമായ മെഡിസിനുകൾ അവർ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നു അല്ലെ, നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ മാനുഫാക്ചർ പ്രോസസ്സിന് അവർക്ക് എന്താ ആവശ്യമായിട്ട് വരും, മെറ്റീരിയൽസ് അല്ലെ, സാധനങ്ങൾ ആവശ്യമായിട്ട് വരില്ലേ? വരുമോ? ഇതാരും ഒന്നും പറയാത്തെ, ആവശ്യമായിട്ട് വരും അല്ലെ. അതിനെന്ത് ചെയ്യും, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് അവർ റിക്വസിഷൻ കൊടുക്കണം അല്ലെ.
ഇന്ന മെറ്റീരിയൽസ് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് അല്ലെ. അഭ്യർത്ഥന കൊടുക്കണ്ടേ അത് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്. അതാണ് മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട്. എന്താണ്? മാനുഫാക്ചറിങ് പ്രോസസ്സ് പൂർത്തിയാക്കാൻ അവർക്ക് എന്തൊക്കെ മെറ്റീരിയൽ ആവശ്യമുണ്ട് എന്നതിനെ കുറിച്ച് റിക്വസിഷൻ എന്താണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നൽകുന്ന റിക്വസിഷനെയാണ് മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് എന്ന് പറയുന്നത്. ബിൻ കാർഡ് അറിയാലോ, സ്റ്റോക്ക് പൊസിഷനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഒരു സ്റ്റോറില് എന്താണ് ആ ഐറ്റംസിന്റെ സ്റ്റോക്ക് പൊസിഷനെ സൂചിപ്പിക്കുന്നതാണ് ബിൻ കാർഡ്സ്. സ്റ്റോർ ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞാല് ഒരു സ്റ്റോറിലെ അവിടെയുള്ള സ്റ്റോക്കുള്ള സാധനങ്ങൾ, എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് എന്നതിനെ കുറിച്ച് കമ്പ്യൂട്ടറിലേക്ക് രജിസ്റ്റർ ചെയ്ത് അല്ലെ, കമ്പ്യൂട്ടർ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്ന റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നതാണ് സ്റ്റോർസ് ലെഡ്ജർ. നെക്സ്റ്റ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാല് കാലഹരണപ്പെട്ട സ്റ്റോക്കുകള് ചിലപ്പോ എന്താണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകളാകാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫാഷൻ ആവാം, അല്ലെങ്കിൽ ഡിമാൻഡ് ഇല്ലാത്ത സാധനങ്ങളാവാം. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ കുറിച്ച് അല്ലെങ്കിൽ ഗുഡ്സുകളെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തുന്നതാണ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. കാലഹരണപ്പെട്ട സ്റ്റോക്കുകൾ സാധനങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ അത്? ബാക്കി എല്ലാവർക്കും ഓക്കെ. നെക്സ്റ്റ് സ്റ്റോർ വേരിയേഷൻ. എന്തൊക്കെ കൊണ്ട് ഒരു സ്റ്റോറില് വേരിയേഷൻസ് വ്യത്യാസങ്ങൾ വരാം? എന്തൊക്കെ കാരണം കൊണ്ട് ഒരു സ്റ്റോറില് അവിടുത്തെ സ്റ്റോക്കുകളിൽ വേരിയേഷൻസ് വരാം? ഒന്നിൽ കുറയാം. എന്തൊക്കെ കാരണം കൊണ്ട്? ഒരു സ്റ്റോറില് സൂക്ഷിക്കുന്ന സ്റ്റോക്കുകളില് എന്തൊക്കെ കാര്യം കൊണ്ട് വ്യത്യാസങ്ങൾ വരാം? അതാ ഷോർട്ടേജ് വരാം. എന്തൊക്കെ കാര്യം കൊണ്ടാണ് ഷോർട്ടേജ് വരുന്നത്? റോങ് എൻട്രീസ് അല്ലെ, തെറ്റായി അക്കൗണ്ടിൽ രേഖപ്പെടുത്താം അല്ലെ, റോങ് എൻട്രീസ് കൊടുക്കുക. നോക്കിയേ, സ്റ്റോർ വേരിയേഷൻ, സ്റ്റോറിലെ വ്യത്യാസങ്ങൾ വരുന്നത് എന്തൊക്കെ കൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു റോങ് എൻട്രീസ്. റോങ് ആയ രീതിയിൽ എൻട്രീസ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ എന്താണ് ചിലപ്പോ സ്റ്റോക്കിന്റെ നമ്പർ വ്യത്യാസപ്പെടുത്തി കൊടുക്കുക അല്ലെ. അപ്പൊ ചിലപ്പോ എന്താണ് ആ സ്റ്റോറില് എത്ര എണ്ണം 35 എണ്ണം മാത്രം അവര് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ ആ സ്റ്റോക്ക്. പക്ഷെ എന്താണ് 45 കൊടുത്തു കഴിഞ്ഞാൽ എത്ര എണ്ണം വ്യത്യാസം വന്ന് 10 സ്റ്റോക്ക് എക്സ്ട്രാ ആഡ് ചെയ്തു അല്ലേ? 10 എണ്ണം നമ്മ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തു. 35 എന്നുള്ളടത്ത് 45 കൊടുത്ത് റോങ് ആയിട്ട് എൻട്രി ചെയ്യാണ് അല്ലെ. അപ്പൊ അത് സ്റ്റോക്കിൽ വേരിയേഷൻ വരത്തില്ലേ? സ്റ്റോക്കിൽ വേരിയേഷൻ വരത്തില്ലേ? അങ്ങനെ റോങ് എൻട്രീസ് റോങ് ആയ രീതിയിൽ രേഖപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ഷോർട്ടേജ് ഓർ ഓവർ ഇഷ്യൂ. ഷോർട്ടേജ് വരിക. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഡെലിവറി ചെയ്യുന്ന ഐറ്റംസിൽ എന്തെങ്കിലും ഐറ്റംസ് കുറവ് വരാം, അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ എന്താണ് സ്റ്റോറിലേക്ക് ഉപയോഗിക്കുന്ന യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യാം. അപ്പൊ വ്യത്യാസം വരും അല്ലെ. ഷോർട്ടേജ് ഓർ ഓവർ ഇഷ്യൂ. ക്യാപ്റ്റൻ റോങ് ബിൻ. ഇപ്പൊ നമ്മൾ മിസ് പറഞ്ഞില്ലേ, ബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പല ബോക്സുകളിലാക്കി അല്ലെ, പല ബോക്സുകളിലാക്കി അല്ലെങ്കിൽ പല പാത്രങ്ങളിലാക്കി സൂക്ഷിക്കുന്നത്. അപ്പൊ എന്താണ് മാറിയിടുക. ബിന്നുകൾ മാറിയിട്ട് കഴിഞ്ഞാല് വ്യത്യാസം വരില്ലേ? ഇപ്പൊ നമ്മുടെ വീടുകളില് പൗഡേഴ്സ്, എന്താണ് ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ യൂസ് ഇടാനായിട്ട് പ്രത്യേക പാത്രങ്ങളില്ലേ? ടിന്നുകളുണ്ട് അല്ലെ, ബോക്സുകളുണ്ട് അല്ലെ.
അപ്പൊ നമ്മ എന്താണ് മുളക് പൊടി മാറിയിട, സാധാരണ എല്ലാ ദിവസവും ഇടുന്നതല്ലാണ്ട് മാറ്റിയിടാണ്. അതൊരു ഇതല്ലേ, നമ്മ ചിലപ്പോ പിറ്റേ ദിവസം നോക്കുന്നത് നമ്മൾ സാധാരണ ഇടുന്ന ബോക്സിൽ തന്നെ ആയിരിക്കും അല്ലേ, അല്ലേ? നമ്മ സാധാരണ ഇടുന്നത് തന്നെയല്ലേ നമ്മ ചെക്ക് ചെയ്യാം. അപ്പൊ ഈ സ്റ്റോറിൽ ഒരാളാണോ യൂസ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ സ്റ്റോഴ്സിൽ ഒരാളാണോ? വീടുകളിൽ നമ്മ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. ഹോസ്പിറ്റലില് മാറിപ്പോയിടാം, മാറിപ്പോയി ഇടുന്നത് ഒരാളാണോ യൂസ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ സ്റ്റോഴ്സുകള് പലരും യൂസ് ചെയ്യില്ലേ? അപ്പൊ എന്ത് വരും? ഒരു വ്യത്യാസം വരും അല്ലെ? ചിലപ്പോ എന്താണ്, ആ ബിന്നിൽ ആ സാധനം കണ്ടില്ലെങ്കിൽ അവർ വിചാരിക്കുക എന്താണ്, ആ ഐറ്റം തീർന്നു പോയി അല്ലെ, ഷോർട്ടേജ് വന്നു അല്ലെ, അങ്ങനെയല്ലേ വിചാരിക്കുക? അല്ല എന്തു ചെയ്യാർക്കും ഒരു ഇതില്ലല്ല.
ഞാനിരുന്ന് ഓക്കെ ആയോപ്പാ? ക്ലിയർ ആയോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്യാപ്റ്റൻ റോങ് ബിന്ന്. അങ്ങനെ റോങ് ബിന്നുകളില് തെറ്റായ ബിന്നുകളില് സൂക്ഷിക്കുക. നെക്സ്റ്റ് പിൽഫറേജ്, മോഷണം നടക്കുക അല്ലെ, കളവ് നടക്കുക. എന്താണ്? സ്റ്റോക്കുകളിൽ എന്തെങ്കിലും കളവ് നടക്കുക. നെക്സ്റ്റ് ഇവാപറേഷൻ എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഇവാപറേഷൻ അല്ലെ, ബാഷ്പീകരിച്ചു പോകുക. ഇപ്പൊ എന്തെങ്കിലും സ്പിരിറ്റ് അല്ലെങ്കിൽ ക്ലോറോഫോം അങ്ങനെയുള്ള സാധനങ്ങൾ ഇവാപറേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും അല്ലെ, ഇല്ലേ? കുറഞ്ഞു പോകും അല്ലെ, ക്വാണ്ടിറ്റിയില് കുറവ് വരിക. നെക്സ്റ്റ് വേസ്റ്റ്, എന്താണ്? എന്തെങ്കിലും വേസ്റ്റ് ആയിട്ട് എന്താണ്? ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ അല്ലെങ്കിൽ എക്സ്പയർഡ്, എന്താണ്? ആ സാധനങ്ങളുടെ എക്സ്പയറി ഡേറ്റ് കഴിയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുക അല്ലെ, അങ്ങനെ വേസ്റ്റ് ആയി പോകുക. ക്ലിയർ ആയോ? എന്തൊക്കെയാണെന്ന്? സ്റ്റോർ വേരിയേഷൻ, സ്റ്റോറിൽ വ്യത്യാസങ്ങൾ വരുന്നത് എന്തൊക്കെയാണ്? റോങ് എൻട്രീസ്, എന്താണ്? റോങ് ആയി എൻ്റർ, എന്താണ്? അവരുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ സിസ്റ്റത്തിലേക്ക് റോങ് ആയിട്ട് എൻ്റർ നടത്തുക, എന്താണ്? രേഖപ്പെടുത്തുക. ഇപ്പൊ എന്താണ്? അതിന്റെ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ആ സാധനങ്ങളുടെ ഐറ്റംസിൽ എന്തെങ്കിലും റോങ് ആയിട്ട് വ്യത്യാസങ്ങൾ വരുത്തുക. നെക്സ്റ്റ് ഷോർട്ടേജ് ഓർ ഓവർ ഇഷ്യൂ, എന്താണ്? അവിടെ ആ സ്റ്റോറിൽ ഐറ്റംസ് ഷോർട്ടേജ് വരിക, അതല്ലെങ്കിൽ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്താണ്? ഓവർ ആയിട്ട് അവര് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക, അവർക്ക് വിതരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കൂടുതൽ എമൗണ്ടില് അനുവദിച്ചു നൽകുക. ക്യാപ്റ്റൻ റോങ് ബിൻ, എന്താണ്? റോങ് ആയ തെറ്റായ ബിന്നുകളിൽ സൂക്ഷിക്കുക. പിൽഫറേജ്, മോഷണം നടത്തുക. നെക്സ്റ്റ് ഇവാപറേഷൻ, എന്താണ്? ബാഷ്പീകരിച്ചു പോവാ. ഇപ്പൊ സ്പിരിറ്റ്, ക്ലോറോഫോം അങ്ങനെയുള്ള സാധനങ്ങള് ബാഷ്പീകരിച്ചു പോയിട്ട് അതിന്റെ അളവില് വ്യത്യാസങ്ങൾ വരുത്തുക. വേസ്റ്റ്, സാധനങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് വേസ്റ്റ് ആയി കൊടുക്കുക. പിൽഫറേജ്, ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ്സ് ഓഫ് ലോ വാല്യൂ, എന്താണ്? കുറഞ്ഞ വാല്യൂ ഉള്ള, മൂല്യമുള്ള സാധനങ്ങള് മോഷ്ടിക്കുന്ന പ്രവൃത്തി, അതായത് മോഷണം നടത്തുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ്, ഉദ്ദേശങ്ങൾ എന്താണ്? അക്കൗണ്ടബിലിറ്റി അല്ലെ, ഉത്തരവാദിത്വം. എല്ലാം നല്ല കറക്റ്റ് രീതിയിലാണോ സൂക്ഷിക്കുന്നത്? കറക്റ്റ് എൻട്രീസ് ആണോ? ഓവറായിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ? കറക്റ്റ് ബിന്നുകളിലാണോ സൂക്ഷിക്കുന്നത് അല്ലെ? അങ്ങനെയുള്ള സാധനങ്ങള് അവര് സ്റ്റോറിലെ സ്റ്റാഫുകൾ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി നല്ല റെസ്പോൺസിബിലിറ്റിയോട് കൂടിയാണോ ചെയ്യുന്നത്? ആക്യുറസി, എന്താണ്? കൃത്യതയുണ്ടോ? ഓരോ കാര്യങ്ങൾക്കും ആക്യുറസി ഉണ്ടോ? നെക്സ്റ്റ് ഒബ്സർവിംഗ് ഓർ തെഫ്റ്റ് ആൻഡ് പിൽഫറേജ്, എന്താണ്? മോഷണങ്ങൾ നടക്കുന്നുണ്ടോ, കളവ് നടത്തുന്നുണ്ടോ എന്ന കാര്യങ്ങള് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. എക്സാമിനിങ് ഓഫ് സിസ്റ്റം, എന്താണ്? സിസ്റ്റം പരിശോധിക്കുക. സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രവർത്തനങ്ങളാണ്. സ്റ്റോഴ്സിലെ പ്രവർത്തനങ്ങള് പരിശോധിക്കുക, കറക്റ്റ് രീതിയിലാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങള് അവര് പരിശോധിക്കുക. റിവ്യൂ ഓഫ് സേഫ്റ്റി, എന്താണ്? സുരക്ഷിതത്വത്തിന്റെ അവലോകനം അല്ലെ, ഓരോ സ്റ്റോറിലേക്കും സുരക്ഷിതമായ ഇതുകളുണ്ട് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഉണ്ട് അല്ലെ, പിന്നെ അവിടെ സൂക്ഷിക്കുന്ന മെറ്റീരിയൽസിന്, ഗുഡ്സിന് അല്ലെ സുരക്ഷിതത്വം വേണ്ടേ? അപ്പൊ സുരക്ഷ, റിവ്യൂ ഓഫ് സേഫ്റ്റി, സുരക്ഷയുടെ അവലോകനം. ക്ലിയർ ആയോ അത്?
Okay. Next, codification. Codification is the process of representing all items by a number or alphabet. എന്താണ് കോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ സൂക്ഷിക്കുന്ന സ്റ്റോറിൽ സൂക്ഷിക്കുന്ന ഐറ്റംസിന് സാധനങ്ങള് നമ്പർ വെച്ചു, അത് 1, 2, 3 എന്നുള്ള നമ്പേഴ്സ് വെച്ചു, അതല്ലെങ്കിൽ ആൽഫബറ്റ്സ് ABCD എന്നുള്ള ആൽഫബറ്റ്സ് വെച്ചോ സൂചിപ്പിക്കുക, റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. The digits of which shows the group, subgroup, the type and magnitude of the volume. ഈ നമ്മിങ്ങനെ കോഡിഫൈ ചെയ്യുന്നത് ഡിജിറ്റ് വെച്ച് അതല്ലെങ്കിൽ ആൽഫബറ്റ് വെച്ച് നമ്മ കോഡിഫൈ ചെയ്യുന്നതിലൂടെ ആ ഐറ്റത്തിന്റെ ഗ്രൂപ്പ് ഏതാണ്, അതിന്റെ സബ് ഗ്രൂപ്പ് ഏതാണ്, അതല്ലെങ്കിൽ അത് ഏതിന്റെ സബ് ഗ്രൂപ്പ് ആണ്, അതല്ലെങ്കിൽ അത് ഏത് ടൈപ്പ് ഐറ്റം ആണ്, അതല്ലെങ്കിൽ അതിന് എത്രത്തോളം വ്യാപ്തി ഉണ്ട്. വ്യാപ്തി എന്ന് പറഞ്ഞാല് അത് എത്ര ക്വാണ്ടിറ്റിയില് അല്ലെങ്കിൽ എത്ര അളവില് സ്റ്റോറിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ കോഡിഫിക്കേഷനിലൂടെ ഈ ഡിജിറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ നമുക്ക് സർജറി സെക്ഷനിലേക്ക് വേണ്ട എക്യുപ്മെന്റുകൾ SUR എന്നുള്ള രീതിയിൽ സൂക്ഷിക്കാം. അപ്പൊ നമുക്കറിയാം SUR എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ, ആ ഐറ്റം എവിടത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എവിടത്തെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സർജിക്കൽ എക്യുപ്മെന്റ്സുകളാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ്, എന്തെങ്കിലും കോഡ് വെച്ച്, എന്താണ് ആൽഫബറ്റ്സ് വെച്ചോ അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്പേഴ്സ് വെച്ചോ നമ്മ ഐറ്റംസിനെ സ്പെസിഫൈ ചെയ്യാണ്, റെപ്രസെന്റ് ചെയ്യാണെങ്കിൽ അതിനെയാണ് കോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഈ കോഡിഫിക്കേഷൻ നോക്കി കണ്ടിട്ട് നമ്മ ആ ഐറ്റംസിന്റെ ഗ്രൂപ്പ് ഏതാണ്, അതല്ലെങ്കിൽ അത് ഏതിന്റെ സബ് ഗ്രൂപ്പിലാണ് വരുന്നത്, അല്ലെങ്കിൽ അത് ഏത് ടൈപ്പ് ആണ്, സർജിക്കൽ ആണോ അല്ലെങ്കിൽ അനസ്തീഷ്യ എക്യുപ്മെന്റ് ആണോ അതല്ലെങ്കിൽ ഫാർമസി സ്റ്റോറിലെ സാധനങ്ങളാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ അതിന്റെ എന്താണ് ആ ഐറ്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ്, വ്യാപ്തി എത്രത്തോളം, അത് എത്ര ക്വാണ്ടിറ്റിയില് എത്ര അളവില് സ്റ്റോറിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റം. കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റത്തില് ഫസ്റ്റ് വൺ ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം. ഇതിൽ നമ്മൾ എന്താണ് നമ്പേഴ്സ് വെച്ചിട്ടാണ് ഐറ്റംസിനെ കോഡിഫൈ ചെയ്യുന്നത്. പ്രൊവൈഡിങ് നമ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രൂപ്പ്സ്. ഇനി സ്റ്റോൺ അല്ല, സ്റ്റോഴ്സില് ഐറ്റംസിനെ ആ സാധനം പർട്ടിക്കുലർ സാധനത്തിനെ നമ്മൾ ഇത് വെച്ച് നമ്പേഴ്സ് വെച്ചിട്ട് മനസ്സിലാക്കുന്നു. എക്സാമ്പിൾ 0-99 ഇങ്ങനെ ഉണ്ടായാലും നമുക്ക് എന്തറിയാൻ പറ്റും, സർജിക്കൽ ഐറ്റംസ് ആണ്. അപ്പൊ ഇതിവിടെ ഏതാണ് നമ്പർ ആണല്ലേ സൂചിപ്പിക്കുന്നത്. 0-99 എന്ന് പറഞ്ഞാല് സർജിക്കൽ ഐറ്റംസ് ആണ്. അങ്ങനെ സൂചിപ്പിക്കുന്നതാണ് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ. ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാല് ആൽഫബറ്റ്സ് ആർ യൂസ്ഡ് ടു കോഡിഫൈ ദ മെറ്റീരിയൽസ്. എന്താണ്, നമ്മ ഐറ്റംസിനെ ആൽഫബറ്റ്സ് വെച്ച് കണ്ടിട്ട് ABC എന്നുള്ള ലെറ്റേഴ്സ് വെച്ച് കണ്ടിട്ട് സൂചിപ്പിക്കുന്നു. ഫസ്റ്റ് 3 ലെറ്റേഴ്സ് യൂസ്ഡ് എന്താണ്, ആദ്യത്തെ ഈ ഐറ്റംസിനെ അത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് സൂക്ഷിക്കുന്നത് അവിടുത്തെ ആദ്യത്തെ 3 ലെറ്റർ വെച്ച് കണ്ടിട്ട് അവര് ഡിനോട്ട് ചെയ്യുന്നു, കോഡിഫൈ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ SUR എന്നുണ്ട് അവിടെ ഫോർ ദി വേർഡ് സർജിക്കൽ. SUR ഫോർ ദി വേർഡ്. അപ്പൊ നമുക്ക് SUR എന്ന് കണ്ടാൽ എന്ത് ചെയ്യാം, സർജിക്കൽ ഐറ്റംസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. അല്ലെങ്കിൽ ANE എന്ന് കണ്ടാല് അനസ്തീഷ്യ സെക്ഷനിലെയാണ്. അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആൽഫബറ്റിക്കൽ ഓർഡർ കോഡിഫിക്കേഷൻ. ക്ലിയർ ആയോ? നെക്സ്റ്റ് alphanumerical system. Alphanumerical system എന്ന് പറഞ്ഞാല് it is the combination of alphabetical and numerical system. ഇതെന്ന് പറയുന്നത് ആൽഫബറ്റിന്റെയും നമ്മുടെ ABCDയുടെയും ന്യൂമറിക്കലിന്റെ നമ്പേഴ്സിന്റെയും കോമ്പിനേഷൻ ആണ്. നമുക്ക് രണ്ടും വെച്ച് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ആൽഫബറ്റ് ടു ഷോ മെയിൻ ഗ്രൂപ്പ്. നമ്മൾ അതിന്റെ മെയിൻ ഗ്രൂപ്പിനെ ആൽഫബറ്റ്സും വെച്ച് യൂസ് ചെയ്യും, നമ്പേഴ്സ് വെച്ച് കണ്ട് അതിന്റെ സബ് ഗ്രൂപ്പിനെ യൂസ് ചെയ്യും.
ഇനി ഇതെന്താണ് വൈസ് വേഴ്സ, തിരിച്ചു നമുക്ക് പറയാം. എന്താണ് മെയിൻ ഗ്രൂപ്പിനെ ന്യൂമറിക്കൽ വെച്ച് കാണിട്ടും സബ് ഗ്രൂപ്പിനെ നമുക്ക് എന്ത് പറയാം ആൽഫബറ്റ് വെച്ച് കാണിട്ടും യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? നമുക്കിപ്പോ എന്താണ് SUR 1 2 3 അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1 2 3 SUR അങ്ങനെ സൂചിപ്പിക്കാം. ക്ലിയർ ആയോ? രണ്ടും കൂടി യോജിപ്പിച്ച് കമ്പൈൻ ചെയ്ത് നമ്മൾ എന്താണ് എന്തെങ്കിലും ഐറ്റംസിനെ കോഡിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡെസിമൽ സിസ്റ്റം. ഡെസിമൽ അറിയാലോ, ദശാംശ സ്ഥാനങ്ങൾ അല്ലെ, പോയിന്റ് ഇട്ട് സൂചിപ്പിക്കുന്നതാണ് ഡെസിമൽ. അപ്പൊ ഡെസിമൽ സിസ്റ്റത്തില് നമ്പേഴ്സ് വെച്ച് ഡെസിമൽ സിസ്റ്റത്തിൽ നമ്മൾ ഒരു ഐറ്റംസിനെ സൂചിപ്പിക്കുന്നു. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഡെസിമൽ ടു റെപ്രസെന്റ് ഐറ്റംസ്. നമ്മൾ ഏതെങ്കിലും ഒരു ഐറ്റംസിനെ ഡെസിമൽ വെച്ച് ദശാംശ സംഖ്യകൾ വെച്ച് സൂചിപ്പിക്കുന്നത്. 50.1432 ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. 50.1432 ഏത് ഐറ്റംസ് ആണെന്നൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഏതൊക്കെ രീതിയിലാണ് കോഡിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് കൊഡാക് സിസ്റ്റം. കൊഡാക് സിസ്റ്റം എന്ന് പറഞ്ഞാല് യൂസിങ് 10 ഡിജിറ്റ് ടു റെപ്രസെന്റ് ഐറ്റം. ഒരു ഐറ്റത്തിനെ നമ്മൾ 10 നമ്പർ വെച്ച് 10 നമ്പേഴ്സ് വെച്ച് കാണിട്ട് കോഡിഫൈ ചെയ്യുന്നത്. ദിസ് ഈസ് ബെറ്റർ ടു യൂസ് ഇൻ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇത് കൂടുതലായിട്ട് ഉപകരിക്കുന്നത് സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ്, യൂസ് ചെയ്യുന്നത് സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ്. ബ്രിഷ് സിസ്റ്റം. ബ്രിഷ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ യൂസിങ് 7 ഡിജിറ്റ് ടു റെപ്രസെന്റ് സ്പെസിഫിക് ഐറ്റം. നമ്മൾ ഏതെങ്കിലും ഒരു ഐറ്റത്തിന് 7 ഡിജിറ്റ് വെച്ച് കാണിട്ട് കോഡിഫൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂമറിക്കൽ സിസ്റ്റം. ഇത് എന്താണ്? ന്യൂമറിക്കൽ സിസ്റ്റം ആണ്. എക്സാമ്പിൾ 1.0 എന്താണ്? മെഡിക്കൽ എക്യുപ്മെന്റിനെ സൂചിപ്പിക്കുന്നതാണ്. മെഡിക്കൽ എക്യുപ്മെന്റിനെ ബ്രിഷ് സിസ്റ്റത്തിൽ സൂചിപ്പിക്കുന്നതാണ് 1.02.00.00. നെക്സ്റ്റ് 1.02.01.00 ബ്ലഡ് ഗ്യാസ് അനലൈസർ. അതിനെയാണ് 1.02.01.00. നെക്സ്റ്റ് 01.01. ഇതൊന്നും പഠിക്കണ്ട കേട്ടോ, അതിനെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ആ കോഡിഫിക്കേഷൻ ആറുണ്ടല്ലേ അതൊന്നും മനസ്സിലാക്കി വെക്കാം, ആ പേരുകള് അത് ചോദിക്കാട്ടാ. പിന്നെ നമ്പേഴ്സ് ന്യൂമറിക്കൽ സിസ്റ്റത്തിൽ എന്ത് വെച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ആൽഫബറ്റിക്കൽ സിസ്റ്റത്തിൽ എന്ത് ഉപയോഗിച്ചാണ് കോഡിങ് ചെയ്യുന്നത്? അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. എക്സാമ്പിൾ ഒന്നും പഠിക്കണ്ട കേട്ടോ. 1.02.02.00 വോയിലസ് അപ്പാരറ്റസ് പെയിന്റഡ് മോഡൽ. അതെന്താണ്? അനസ്തേഷ്യ മെഷീൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കോഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം അനസ്തേറ്റിക് മെഷീനെയാണ് എന്താണ് ബ്രിഷ് സിസ്റ്റം വഴി ഇങ്ങനെ കോഡിങ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? 6 ടൈപ്പ് കോഡിഫിക്കേഷൻ ആണുള്ളത്. ന്യൂമറിക്കല്, ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം, ഡെസിമൽ സിസ്റ്റം, കൊഡാക് സിസ്റ്റം, ബ്രിഷ് സിസ്റ്റം. ക്ലിയർ ആയോ അത് എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഒരു ഇൻവെന്ററി കൺട്രോൾ നമ്മൾ പറഞ്ഞു, ഒരു ഇൻവെന്ററിയിൽ എന്താണ്? സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യുന്നതാണ് അല്ലേ? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിലെ ഐറ്റംസിനെ, സാധനങ്ങളെ, സ്റ്റോറിൽ സൂക്ഷിക്കുന്ന ഐറ്റംസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ നോംസ് ഫോർ ക്ലാസിഫിക്കേഷൻ യൂസസ്. First one, ABC annual value of to control the item concerned and the issue of materials in the normal course of business. എന്താണ്? ഒരു ബിസിനസിന്റെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതുമായി ബന്ധപ്പെട്ട ഇനങ്ങൾ എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യുക, അത് സ്റ്റോർ ചെയ്യുക, സംഭരിക്കുക, അത് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുക. അതിനെയാണ് ABC ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നെക്സ്റ്റ് ഇതിൽ വരുന്നുണ്ട്. ഇപ്പൊ മനസ്സിലാക്കാം, ഒരു ബിസിനസിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട ഇപ്പൊ എന്താണ്? ഇപ്പൊ ഫാർമസി സ്റ്റോറിലാണെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് എന്ത് വേണം? ഡ്രഗ്സുകൾ വേണം അല്ലെ? ഫാർമസിയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വേണം അല്ലെ?
ഡ്രഗ്സുകള്, ട്രിപ്പുകള്, ഇഞ്ചക്ഷൻസ്, മരുന്നുകള്, വാക്സിനേഷനുകൾ അല്ലെ? അതല്ലേ വേണ്ടേ? ആണോ? അപ്പൊ ആ ഒരു ഫാർമസി, ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട സാധനങ്ങള്, ഇനങ്ങള് അതെങ്ങനെ പർച്ചേസ് ചെയ്യണം, അത് എത്ര ഓർഡറിൽ അവർ സ്റ്റോർ ചെയ്യണം, അവർ എത്ര ഇഷ്യൂ ചെയ്യണം, വിതരണത്തിന് കൊടുക്കണം എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ABC ആനുവൽ വാല്യൂ. ക്ലിയർ ആയോ? അത് നിങ്ങൾക്ക് നെക്സ്റ്റ് പഠിക്കാനുണ്ട് കേട്ടാ. അപ്പൊ അത്രയും മനസ്സിലാക്കാം. നെക്സ്റ്റ് VED. VED എന്ന് പറഞ്ഞാല് ക്രിട്ടിക്കൽ നേച്ചർ ഓഫ് ദി പെർട്ടിക്കുലർ ഐറ്റം. ഒരു സാധനത്തിന്റെ എന്താണ് ക്രിട്ടിക്കൽ നേച്ചർ, അത് ആ സ്റ്റോറിൽ എത്രത്തോളം ആവശ്യമുണ്ട്, അതിന്റെ നേച്ചർ, സ്വഭാവം എന്താണ് എന്നതിനെ അനുസരിച്ച്. V എന്ന് പറഞ്ഞാൽ വൈറ്റൽ, സുപ്രധാനമായിട്ടുള്ള. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ഓക്സിജൻ സിലിണ്ടർ വേണോ? ഒരു ഓക്സിജൻ സിലിണ്ടർ ഇല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ നടക്കും? ഇല്ല അല്ലെ? അതെന്താണ്? വൈറ്റൽ ആയിട്ടുള്ള അല്ലെ, സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകം അല്ലേ, ഒരു ഐറ്റം അല്ലേ അത്? അപ്പൊ അതിനെ നമ്മ എന്ത് വെച്ച് സൂചിപ്പിക്കുന്ന? V വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. E എന്ന് പറഞ്ഞാല് എസെൻഷ്യൽ. എന്താണ്? ആ ഒരു സാധനം ഇല്ലെങ്കിലും ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടക്കും. പക്ഷെ എന്താണ്? അതിന്റെ ക്വാളിറ്റിയില്, ഹോസ്പിറ്റലിലെ ക്വാളിറ്റിയെ ബാധിക്കുന്നു. ആന്റിബയോട്ടിക്സുകള്, IV ഡ്രഗ്സുകളൊക്കെ ഇല്ലെങ്കിൽ എന്ത് പറ്റും? അവിടുത്തെ പ്രവർത്തനം നടക്കും. പക്ഷെ എന്താണ്? ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിനെ ബാധിപ്പിക്കുന്നു അല്ലെ? ബാധിക്കുന്നു. ഗുണനിലവാരത്തെ ബാധിക്കുന്നില്ലേ? ഇപ്പൊ ഒരു പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ മിക്കവാറും ആന്റിബയോട്ടിക്സുകൾ ലാബ് ഓക്കെ, ഇപ്പൊ പലതും ആവാം. അപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസിനെയാണ്, അത്യാവശ്യമായിട്ടുള്ള ഐറ്റംസിനെയാണ് E എന്ന് പറഞ്ഞ് നമ്മ ഡിനോട്ട് സൂചിപ്പിക്കുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഡിസൈറബിൾ എന്ന് പറഞ്ഞാല് അഭികാമ്യം. ആ സാധനം അവിടെ ഇല്ലെങ്കിലും അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കും, ഉണ്ടെങ്കിലും കുഴപ്പമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കഫ് സിറപ്പുകള് അതൊക്കെ എന്താണ്? അതില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെ? ഉണ്ടോ? കിട്ടുകയാണെങ്കിൽ നല്ലതാണ് ഹോസ്പിറ്റലിൽ നിന്ന്, അല്ലെങ്കിൽ വലിയ പ്രശ്നവും ഇല്ല. അവിടുത്തെ ക്വാളിറ്റിനെ, അവിടുത്തെ പ്രവർത്തനങ്ങളെ ഒന്നും ബാധിക്കുന്നില്ല. ക്ലിയർ ആയോ? യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ സ്റ്റോക്സ് ലെവൽ. എന്താണ്? സ്റ്റോക്ക് ലെവലില് ഈ ഐറ്റംസിനെ എന്താണ്? VED എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നു. എന്താണ്? V എന്ന് പറഞ്ഞാല് വൈറ്റൽ, സുപ്രധാനമായിട്ടുള്ള. E എന്ന് പറഞ്ഞാല് എസെൻഷ്യൽ, അത്യാവശ്യമായ. D എന്നാല് ഡിസൈറബിൾ, അഭികാമ്യമായ ഐറ്റം. ക്ലിയർ ആയോ? അതിന്റെ ക്രിട്ടിക്കൽ നേച്ചറിനെ അടിസ്ഥാനപ്പെടുത്തി. നെക്സ്റ്റ് HML. HML എന്ന് പറഞ്ഞാല് ആ സാധനത്തിന്റെ പ്രൈസ്, അതിന് എത്രത്തോളം കോസ്റ്റ് ഉണ്ട് എന്നത്. മെറ്റീരിയൽ ആണ് കേട്ടാ, മെറ്റേണൽ എന്നാണ് പറഞ്ഞേക്കുന്നത്, ഇവിടെ മെറ്റീരിയൽ എന്നാണ് കേട്ടാ. ഒരു മെറ്റീരിയൽ, അതായത് ഒരു ഐറ്റത്തിന് എത്രത്തോളം പ്രൈസ് ഉണ്ട്, എത്രത്തോളം കോസ്റ്റ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തില് എന്താണ് നമ്മ അതിനെ സ്റ്റോറില് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് HML. H എന്ന് പറഞ്ഞാല് ഹൈ കോസ്റ്റ്, M എന്ന് പറഞ്ഞാല് മീഡിയം കോസ്റ്റ്, L എന്ന് പറഞ്ഞാല് ലോ കോസ്റ്റ്. ക്ലിയർ ആയോ? VED എന്ന് പറഞ്ഞാല് ക്രിട്ടിക്കൽ നേച്ചറിന്റെ, അതിന്റെ നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം ആ ഹോസ്പിറ്റലിന് ആവശ്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. HML എന്ന് പറഞ്ഞാൽ അതിന്റെ കോസ്റ്റിന്റെ അടിസ്ഥാനത്തില്, വിലയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? അത് ഓക്കെ. നെക്സ്റ്റ് XYZ. XYZ എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ, അതിന് എത്രത്തോളം മൂല്യമുണ്ട്, ആ സ്റ്റോറിൽ ആ സാധനത്തിന് എത്രത്തോളം മൂല്യമുണ്ട്. ഹൈ മൂല്യം, ഒരുപാട് മൂല്യമുള്ളതിന് X എന്നും, അല്ലാണ്ട് ഇപ്പൊ എന്താണ് ഓഫ് ഐറ്റം സ്റ്റോർസ് ദർ യൂസസ് എ ഷെഡ്യൂൾഡ് ഇന്റർവൽ. എന്താണ്? അത് ഓരോ ഇന്റർവെല്ലിൽ മാറുന്നതിനനുസരിച്ച് അതിന്റെ മൂല്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ? ഇപ്പൊ മിസ് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. അതെന്തെയല്ല, ഒരു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്ക് മാസ്ക്, ആ കൊറോണ വന്ന സമയത്ത് മാസ്കിന് എത്രത്തോളം വാല്യൂ ഉണ്ടായിരുന്നു?
ആരെങ്കിലും കയ്യിലും മാസ്ക് ഇല്ലാണ്ട് നമ്മ പുറത്തേക്ക് ഇറങ്ങുമായിരുന്ന? ഇല്ലായിരുന്നു അല്ലെ? അന്ന് അതിന് അത്രത്തോളം അതിന്റെ കോസ്റ്റ് അല്ല, അതിന് അത്രത്തോളം വാല്യൂ ഉണ്ടായിരുന്നു അല്ലെ? അത് കഴിഞ്ഞ് കൊറോണ നിപ്പ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കുറച്ച് കുറഞ്ഞു അല്ലെ? ഇപ്പൊ എന്തെങ്കിലും വാല്യൂ ഉണ്ടാ മാസ്കിന്? ആരെങ്കിലും കയ്യിലുണ്ടോ മാസ്ക്? ഇല്ല അല്ലെ? അപ്പൊ അതിന്റെ വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഷെഡ്യൂൾഡ് ഇന്റർവെൽ അനുസരിച്ച് അതിന്റെ വാല്യൂവിൽ വ്യത്യാസപ്പെടുന്നത് അനുസരിച്ച് നമ്മൾ ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് XYZ. ക്ലിയർ ആയോ? ഒരു സാധനത്തിന്റെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിന്റെ ഒരു ഷെഡ്യൂൾഡ് ഇന്റർവെൽ അനുസരിച്ച് സാധനങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് SFXN, കൺസെപ്ഷൻ ടു റിസ്ട്രെയിൻ പർച്ചേസ് എന്ന് വെച്ചാൽ ഒരു സാധനം എത്രത്തോളം മൂവ് ആകും, അവിടെ വിറ്റ് പോകും, ആ സ്റ്റോറിയിൽ നിന്ന് മൂവ് ആകും, അതിന്റെ അടിസ്ഥാനത്തിൽ. F എന്ന് പറഞ്ഞാല് ഫാസ്റ്റ് മൂവിങ്, പെട്ടെന്ന് തന്നെ മൂവ് ആയി പോകുന്ന ഐറ്റംസ്. S എന്ന് പറഞ്ഞാല് സ്ലോ മൂവിങ്. N എന്ന് പറഞ്ഞാല് സ്നോ മൂവിങ്, ഒട്ടും മൂവ് ആയി പോകാതെ എന്താണ് ആ സ്റ്റോറിയിൽ ഡെഡ് ആയിട്ട് കിടക്കുന്ന ഐറ്റം ആണ് FSN. ഇവിടെ ഫ്രം ദ സ്റ്റോർസ് സ്നോ മൂവിങ് ഇതാണ് ഫാസ്റ്റ് മൂവിങ്. പാറ്റേൺ ഓർ ഇഷ്യൂ ആൻഡ് സ്ക്രാപ്പ്, എന്താണ് അതിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ഇഷ്യൂ അല്ലെങ്കിൽ എന്താണ് സ്ക്രാപ്പ്, ഒക്കെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തു പോവാണ്, അവിടെ നിന്ന് ചെലവായി പോകുക, ഇഷ്യൂ ചെയ്തു പോകുന്നത്. നെക്സ്റ്റ് എസ് എന്ന് പറഞ്ഞാൽ സ്ലോ മൂവിങ്, എന്താണ് പതുക്കെ മൂവ് ആവുന്ന ഐറ്റംസ്. നെക്സ്റ്റ് ഫ്രം ദ സ്റ്റോർ സ്നോ മൂവിങ്, എന്താണ് എന്ന് പറഞ്ഞാല് ആ സാധനം ആ ഐറ്റംസ് എന്താണ് നോ മൂവിങ് ആണ്, അവിടെ നിന്ന് മൂവ് ആയി പോകുന്നില്ല, അവിടെ എന്താണ് ഡെഡ് മണി പോലെ അല്ലെ, കാലഹരണപ്പെട്ട സാധനങ്ങൾ പോലെ എന്ത് കിടക്കാണ്, ഡെഡ് സ്റ്റോക്ക് പോലെ മൂവ് ചെയ്യാതെ അവിടെ തന്നെ കിടക്കുന്നതാണ് നോ മൂവിങ്. ക്ലിയർ ആയത്? FSN ഒരു സാധനത്തിന്റെ മൂവിങ്ങിനനുസരിച്ച് അവിടെ നിന്ന് ചെലവായി പോകുന്ന അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തു പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് SDE, പർച്ചേസ് പ്രോബ്ലം ലീഡ് ടൈം. SDE എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ലീഡ് ടൈമിന്റെ അടിസ്ഥാനത്തില്. ഫസ്റ്റ് വൺ എസ് എന്ന് പറഞ്ഞാല് സ്റ്റെയേഴ്സ് ടു അറ്റൈൻ ഇൻ റിഗാർഡ് ടു അനലിസ്റ്റ്, എന്താണ് നമുക്കത് ലഭിക്കുന്നതിന് വേണ്ടി ദൗർലഭ്യം അനുഭവപ്പെടുക. നമ്മളിപ്പോ ഒരു എക്യുപ്മെന്റ് അതല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഗുഡ്സ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കാതെ ദൗർലഭ്യം അനുഭവപ്പെടുക, അതാണ് എസ് സ്കേഴ്സ്. ഡി എന്ന് പറഞ്ഞാല് ഡിഫിക്കൽറ്റി ടു ഗെറ്റ് അവൈലബിൾ ഓഫ് ദി ഐറ്റം, എന്നാൽ നമുക്ക് ആ ഐറ്റം കിട്ടും പക്ഷെ നമ്മൾ എന്താണ് കുറച്ച് സമയം കൂടുതലായി അതിനെ വെയിറ്റ് ചെയ്യണം, ലീഡ് ടൈം കുറച്ച് കൂടുതലായിരിക്കും. നെക്സ്റ്റ് ഇ എന്ന് പറഞ്ഞത് ഈസി ടു അറ്റൈൻ, നമുക്ക് പെട്ടെന്ന് തന്നെ അത് ലഭിക്കും, അധികം നേരം കാത്തു നിൽക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഇ. SDE എന്താണ് സ്കേഴ്സ്, എന്താണ് ദൗർലഭ്യം അനുഭവപ്പെടുക, നമുക്ക് ആ സാധനം ലഭിക്കാതെ വരിക. ഡി എന്ന് പറഞ്ഞത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? നമുക്ക് ഡിഫിക്കൽറ്റി എന്താണ് ആ സാധനം കിട്ടും പക്ഷെ എന്താണ് നമുക്ക് കുറച്ച് സമയം കൂടുതലായിട്ട് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇ എന്ന് പറഞ്ഞാല് ഈസി ടു അറ്റൈൻ, നമുക്ക് പെട്ടെന്ന് അത് ഓർഡർ കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കും. ക്ലിയർ ആയോ? അങ്ങനെയുള്ള ഐറ്റംസിനെയാണ് SDE എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് GOLF. GOLF എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഓർഡിനറി ലോക്കൽ ആൻഡ് ഫോറിൻ പർച്ചേസ് സോഴ്സ് ഓഫ് ദി മെറ്റീരിയൽ. നമുക്ക് ആ മെറ്റീരിയൽ എവിടെ നിന്നാണ് ലഭിക്കുന്നത് അതിന്റെ സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ ആ ഐറ്റംസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ G എന്നുള്ളത് പറഞ്ഞാല് ആ ഐറ്റം നമുക്ക് ഗവൺമെന്റിൽ നിന്നാണ് ലഭിച്ചത്. ഓന്നാണെങ്കിൽ ഓർഡിനറി ആയിട്ട് നമുക്ക് ലഭിച്ചു, സാധാരണ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചു. എന്താണ് എൽ എന്ന് പറഞ്ഞാല് ലോക്കൽ, നമുക്ക് പ്രാദേശിക സ്ഥലത്ത് നിന്നാണ് ലഭിച്ചത്. ഈ എഫ് എന്ന് പറഞ്ഞാല് ഫോറിൻ പർച്ചേസ്, എന്താണ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആണ് ഇറക്കുമതി ചെയ്തത്. അതിനെയാണ് GOLF എന്ന് പറഞ്ഞ ആ ഐറ്റംസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലിയർ ആയത്? SOS എന്ന് പറഞ്ഞാല് സീസണൽ ആൻഡ് ഓഫ് സീസണൽ, സീസണാലിറ്റി ഓഫ് ദി ഐറ്റം ടു പ്ലാൻ ദ പർച്ചേസിംഗ് സ്റ്റോറിംഗ് സ്ട്രാറ്റജീസ്. എന്താണ് നമ്മ ഓരോ ഐറ്റംസിനെയും അതിന്റെ എന്താണ് സീസണിന്റെ ഓഫ് സീസണിന്റെ അടിസ്ഥാനത്തില് ക്ലാസിഫൈ ചെയ്ത്. ഇപ്പൊ നമ്മ വാങ്ങാം എങ്ങനെയാണ്, നമുക്ക് സീസണും ഓഫ് സീസണും ഉണ്ട് അല്ലെ?
സീസൺ ടൈമിൽ മാങ്ങക്ക് എങ്ങനെയാണ്? വില കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ചീപ്പർ റേറ്റിന് കിട്ടും അല്ലേ? അല്ലേ? ലോ റേറ്റിന് നമുക്ക് എല്ലായിടത്തു നിന്നും ലഭിക്കും. ഓഫ് സീസൺ ആകുമ്പോൾ എന്താണ്? നമ്മൾ റേറ്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും, എല്ലായിടത്തു നിന്നും ലഭിക്കുകയില്ല അല്ലേ? അങ്ങനെ സീസണലും ഓഫ് സീസണുമായിട്ടുള്ള ഐറ്റംസിനെ നമ്മൾ എന്താണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാട്ടെ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാട്ടെ എല്ലാവരും. ക്ലിയർ ആവുന്നുണ്ടോ മിസ് എടുക്കുന്നത്? ക്ലിയർ ആയോ എടുത്തത് എല്ലാവർക്കും? ഓക്കെ മിസ് ഇനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ താങ്ക് യു ഓൾ.